നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ചേട്ടാ നമസ്കാരം. ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത ഡൊണാൾഡ് ട്രംപിന് നേരെ ഒരു വെടിവയ്പ് ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഇസ്ലാമാബാദിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കില്ല എന്നൊക്കെയുള്ള പല റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളൊക്കെ തന്നെ വെറൊരു പ്രഹസനമായി മാറിയെന്ന് തന്നെ വേണം നമുക്ക് പറയാം. ഏതായാലും കഴിഞ്ഞ ദിവസം സ്വന്തം രാജ്യത്ത് വെച്ച് തന്നെയാണ്, അവിടെയുള്ള പൗരൻ തന്നെയാണ് ഇപ്പോൾ പ്രതിയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാവുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ, വൈറ്റ് ഹൗസിലത്തെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഡിന്നർ, സാധാരണ ഇത് വർഷങ്ങളായിട്ട് അവിടെ നടന്നു വരുന്നതാണ്. അതിനിടയിൽ അദ്ദേഹമുണ്ട്, മറ്റുള്ള ക്യാബിനറ്റ് അംഗങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രഥമ വനിത മെലാനിയുണ്ട്. എല്ലാവരും കൂടെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു വെടിയൊച്ച കേൾക്കുന്നത്. 5 or 8 തവണയൊക്കെ വെടിയൊച്ച കേട്ടു എന്നാണ്. ഒരു സീക്രട്ട് ഏജന്റിനെ വെടിയേൽക്കുകയും ചെയ്തിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അപ്പോൾ ഒരു അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ, ഇപ്പോൾ ഇറാനുമായി നിൽക്കുന്ന ഈ ഒരു യുദ്ധസമാനമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഇത് ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു നടുക്കമുണ്ടാക്കുന്ന വാർത്തയാണ്. അപ്പം അമേരിക്കൻ പ്രസിഡന്റിന്റെ സുരക്ഷ, അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം, ഇതിന് പിന്നിൽ ഇറാനാണോ എന്നുള്ള, ഇറാന്റെ ഏതെങ്കിലും ചാരന്മാരാണോ എന്നുള്ളൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ അമേരിക്കൻ പ്രസിഡന്റ് സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ലോകത്ത് ഏറ്റവും വലിയ ഒരു സുരക്ഷ ലഭിക്കുന്ന ഒരു മനുഷ്യനായിരിക്കാം. പൊതുവിൽ അങ്ങനെ ആയില്ല എങ്കിൽ പോലും, സത്യത്തിൽ അതങ്ങനെ അല്ല എങ്കിൽ പോലും അങ്ങനെയാണ് നമ്മൾ ലോകം കാണുന്നത്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ സുരക്ഷാ സന്നാഹങ്ങളുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്. എന്നാൽ ഇതേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെ നിരവധി തവണ കഴിഞ്ഞ 1 or 2 വർഷം പരിശോധിച്ചു, നിരവധി തവണ ഈ ഇത്തരത്തിലുള്ള ഒരു കൊലപാതക ശ്രമം, അസാസിനേഷൻ അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു തവണ വളരെ ഡയറക്റ്റായിട്ടാണ് വെടി ഏൽക്കേണ്ടി വന്നത്. പക്ഷേ തലയിൽ കൊള്ളേണ്ടതിന് പകരം തലയുടെ വശത്തുകൂടെ പോയി ചെവിയിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുക പോലും ചെയ്തു. അപ്പോൾ അത്രയ്ക്ക് തലനാരിഴയ്ക്കാണ് അദ്ദേഹം ആ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. അന്ന് അദ്ദേഹം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നു. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. ഇന്ന് അമേരിക്കൻ പ്രസിഡന്റാണ്. ഈ 2024 വെടിവെപ്പ് മാത്രമല്ല, ഈ മറ്റൊരു തവണ അദ്ദേഹം പ്രസംഗിച്ച് നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തിയെ തോക്കിൻ ഓടുകൂടി പിടിക്കപ്പെട്ടു. അതായത് ആ സ്ഥലത്തേക്ക് ആയുധവുമായി അയാൾ വന്നു എന്ന് പറഞ്ഞാൽ എല്ലാ സെക്യൂരിറ്റി ചെക്കുകളും അയാൾ മറികടന്ന് ആയുധവുമായി എത്തി. പക്ഷേ സംശയം തോന്നിയ ഈ സീക്രട്ട് ഏജന്റിന്റെ അംഗങ്ങൾ അയാളെ പിടികൂടുകയായിരുന്നു. പിന്നീട് അയാളെ ചോദ്യം ചെയ്തതിൽ നിന്നും ട്രംപിനെ വധിക്കുക തന്നെയായിരുന്നു ലക്ഷ്യമെന്ന് പിന്നീട് തെളിഞ്ഞു. അദ്ദേഹത്തെ ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയ്ക്കോ മറ്റോ വിധിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നിരവധി തവണ വിഷം കൊടുത്ത് കൊല്ലാനുള്ള ശ്രമം നടന്നിട്ടുണ്ട്. പലതവണ ട്രംപിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഈ സുരക്ഷാ ജീവനക്കാർ ട്രംപിനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയാണ് ചെയ്തത്. ഇത്തവണയും അതുതന്നെയാണ്. ഏതാണ്ട് 45 മീറ്റർ അടുത്ത് വരെ, ട്രംപിൻ്റെ 45 മീറ്റർ അടുത്ത് വരെ ഇയാളെത്തി. സുരക്ഷാ ജീവനക്കാർ ട്രംപിനെ ഒഴിപ്പിച്ചു. ഈ വ്യക്തിയെ പിടികൂടുകയും ചെയ്തു. ഇത് ട്രംപ് തന്നെ പറയുന്നത് അയാൾ ഹെവിലി ആംഡ് ആയിരുന്നു എന്നാണ്. നിരവധി ആയുധങ്ങൾ, ഒരു തോക്കല്ല, അതെ, നിരവധി ആയുധങ്ങൾ അയാളുടെ പക്കലുണ്ടായിരുന്നു. ലക്ഷ്യം ട്രംപ് തന്നെയാണ് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന സൂചന. പക്ഷേ ഇത്തവണത്തെ ഈ കൊലപാതക ശ്രമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് നമുക്കറിയാമല്ലോ, ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധ സാഹചര്യം. അമേരിക്ക യുദ്ധമുഖത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. യുദ്ധമുഖത്ത് നിൽക്കുന്ന പ്രസിഡന്റുമാർക്ക് സാധാരണ രീതിയിൽ വലിയ സുരക്ഷ നൽകാറുണ്ട്. നമുക്കറിയാം, നെതന്യാഹു എത്ര തവണയാണ് ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചത്. കാരണം യുദ്ധമുഖത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറന്നെത്തുക അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുക എന്നതൊക്കെ വളരെ റിസ്ക്കാണ്. ഒരുപക്ഷെ ശത്രുക്കൾ ഈ റിസ്ക് അല്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള യാത്രകൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയും ഇങ്ങനെ സുരക്ഷ കുറഞ്ഞ രാജ്യങ്ങളിലൊക്കെ വെച്ച് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തേക്കാം. ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അദ്ദേഹം ഇന്ത്യയിലേക്കും ചൈനയിലേക്കുമൊക്കെ വന്നുവെങ്കിൽ പോലും അദ്ദേഹം ഒരിടത്തും അങ്ങനെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അങ്ങനെ പോകാറില്ല. അപ്പോൾ അതെല്ലാം സുരക്ഷയുടെ ഭാഗമായിട്ടാണ്. പക്ഷേ അമേരിക്കൻ പ്രസിഡന്റിന് അങ്ങനെ പ്രകടമായ ഒരു സുരക്ഷ ഉണ്ടോ, അല്ലെങ്കിൽ പതിവിൽ നിന്നുള്ള അപ്പുറം യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു സുരക്ഷ, അഡീഷണൽ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ പ്രകടമായി ഒന്നും കാണാൻ കഴിയുന്നില്ല. പക്ഷേ അങ്ങനെ ഉണ്ടാവും. എന്തായാലും ഇപ്പോഴത്തെ ഒരു അസാസിനേഷൻ ശ്രമത്തിന് പിന്നിൽ ഇറാൻ ആയിരിക്കാം എന്ന ഒരു സൂചന, അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ് എല്ലാവരും ചിന്തിക്കുന്നത്. അന്വേഷണം നടക്കുന്നത് ഒരുപക്ഷെ ആ ഭാഗത്തേക്ക് തന്നെ ആയിരിക്കും.
ഇതിപ്പോൾ ഇന്നത്തെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുള്ള ഈ ഒരു ഡിന്നർ അത് ഏറെ പ്രാധാന്യമുണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇതിനു മുമ്പ് 6 തവണ ട്രംപ് ഇതിൽ പങ്കെടുത്തില്ല. അദ്ദേഹം ചുമതല ഏറ്റതിന് ശേഷം ഇത് കാലങ്ങളായിട്ട് അവിടെയുള്ള പ്രസിഡന്റുമാരെ വരുന്നതാണ്. കാരണം അവിടെയുള്ള വൈറ്റ് ഹൗസിലത്തെ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെ, അതുപോലെ തന്നെ പല രാഷ്ട്രീയക്കാരും സെലിബ്രിറ്റികളൊക്കെ തന്നെയാണ് ഈ ഒരു ഡിന്നറിന് സാധാരണ വരാറുള്ളത്. അപ്പോൾ അദ്ദേഹം 6 തവണ മാറ്റിവെച്ച ഒരു പരിപാടിക്കാണ് അദ്ദേഹം എത്തിയത്. അതേ ദിവസം തന്നെ ഇത് സംഭവിച്ചു എന്നുള്ളത് കൂടി ഒരു സംശയത്തിന്റെ നിഴലിൽ നിർത്തുകയാണ്. മാത്രമല്ല പലപ്പോഴും അദ്ദേഹം വന്നതിന് ശേഷം വലിയൊരു അഴിച്ചുപണിയാണ് നടത്തിയിരിക്കുന്നത്. അതായത് എല്ലാ മേഖലയിലും, സുരക്ഷാ മേഖലകളിലടക്കം അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട, അതിപ്പോ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെയായിരിക്കും ചെയ്യുക. അപ്പോൾ ഇവിടെ അമേരിക്കയുടെ ഒരു സുരക്ഷാ ഏജൻസികളുടെ അവരുടെ ഒരു പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നുള്ള ചോദ്യം കൂടി വേണമെങ്കിൽ നമുക്ക് ഉയർത്താം അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു ഇവന്റിന്റെ പ്രാധാന്യം അത് തന്നെയാണ്. അക്രമി എന്തിന് ഈ ഇവന്റ് തിരഞ്ഞെടുത്തു എന്നുള്ളത് അതാണ്. അവിടെ ഫുൾ സുരക്ഷാ ഏജൻസി ആളുകൾ അവിടെ ഉണ്ട്, എന്നിട്ട് എങ്ങനെ ഒരു ആയുധമായിട്ട് അകത്ത് കയറി എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം അമേരിക്കയുടെ ഭരണകൂടം മൊത്തം അവിടെ ഉണ്ട്. പ്രസിഡന്റ് ഉണ്ട്, പ്രസിഡന്റിന്റെ ഭാര്യയുണ്ട്, വൈസ് പ്രസിഡന്റ് JD വാൻസ് ഉണ്ട്, ക്യാബിനറ്റ് അംഗങ്ങളുണ്ട്. ഈ ഭരണകൂടത്തിന്റെ മുഴുവൻ ഏതാണ്ട് എല്ലാ VVIPകളും ആ ഒരു വേദിയിലുണ്ടായിരുന്നു. മാത്രമല്ല സദസ്സിലും മറ്റും നിരവധി പ്രമുഖരുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സുരക്ഷ അതീവ ശക്തമായിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ സുരക്ഷാ വലയത്തെ എങ്ങനെ ഈ ആയുധധാരിയായ അക്രമി ഭേദിച്ചു എന്നതാണ് ഇതിനകത്തെ ഒരു എക്സ്പെർട്ടൈസ് ഫീൽ ചെയ്യുന്നത്. കാരണം അയാൾ അവിടെ കഴിഞ്ഞ 2 ദിവസമായി മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു എന്നാണ് നമ്മുടെ FBI പറയുന്നത്. മാത്രമല്ല ഈ സീക്രട്ട് ഏജൻസ് ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ നിരവധി ആയുധങ്ങളുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ ട്രംപിൻ്റെ ഒരു സുരക്ഷാ ഭീഷണി അത് യുദ്ധ സാഹചര്യത്തിന് ശേഷം എത്രമാത്രം ഉയർന്നു എന്ന് നമ്മൾ പരിഗണിക്കണം. മാത്രമല്ല ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഭീഷണി അത് നമ്മൾ കണക്കാക്കണം. കാരണം ഈ യുദ്ധം തുടങ്ങിയത് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ ഫെബ്രുവരി 28-നാണ്. ആദ്യ ആക്രമണത്തിൽ തന്നെ അവരുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു, ഇറാൻ്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെടുന്നു. അതെങ്ങനെയാണ് അമേരിക്ക ചെയ്തത്? അമേരിക്ക ആദ്യം ഇറാനെ വളയുന്നു, സൈനിക വിന്യാസം അവിടെ നടത്തുന്നു. അതിനുശേഷം നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാം, ഇനിയും സമയമുണ്ട് എന്ന് പറഞ്ഞ് ഇറാനെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ആ ചർച്ച നടക്കുമ്പോൾ ഇറാൻ വിചാരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഈ ചർച്ചയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള സിഗ്നൽ അമേരിക്ക നൽകുന്നുമുണ്ട്. അപ്പോൾ എന്തായാലും ആക്രമണം നടക്കില്ല എന്ന് ഇറാൻ കരുതി. ആ സമയത്താണ് അമേരിക്ക ആക്രമണം നടത്തിയത്. ഈ ഇറാൻ്റെ നേതാക്കന്മാരാരും ഒളിവിൽ പോയില്ല, അവരൊന്നും ബംഗറിലൊന്നും പോയില്ല. അയത്തുള്ള ഖമേനി സാധാരണ രീതിയിൽ ഓഫീസിൽ പ്രവർത്തിക്കുകയായിരുന്നു. രാവിലത്തെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആളുകളുമായിട്ടുള്ള മീറ്റിംഗ് നടക്കുകയായിരുന്നു. ആ സമയത്ത് ആക്രമണം നടത്തുന്നു, അവർ ഖമേനിയെ കൊല്ലുന്നു. അപ്പോൾ ഇത് വലിയ ഞെട്ടലാണ് IRGCയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, ഇറാൻ ഭരണകൂടത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇറാൻ അനുകൂല സംഘടനകളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഇസ്രായേലിനും എല്ലാം അറിയാം. ഒരു ശ്രമമെങ്കിലും അവർ നടത്തുമായിരിക്കാം. കാരണം ഇറാൻ്റെ ഒരു രഹസ്യാന്വേഷണ സംഘമുണ്ട്, അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗമുണ്ട്. അതിപ്പോൾ ഇന്ത്യയുടെ റോ പോലെയോ അല്ലെങ്കിൽ ഈ ഇസ്രായേലിൻ്റെ മൊസാദ് പോലെയോ ഒന്നും അത്ര ഫേമസ് അല്ല. പക്ഷേ എങ്കിൽ പോലും മിനിസ്ട്രി ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്ന, അവർ വാജ എന്ന് വിളിക്കുന്ന ഒരു ഇൻ്റലിജൻസ് വിഭാഗമുണ്ട്. അത് അത്രമാത്രം ശക്തമൊന്നുമല്ല. പക്ഷേ അതിനെ അമേരിക്ക അത്ര കണ്ട് ഭയപ്പെടുന്നില്ല. പക്ഷേ അതിൻ്റെ ഒരു ഓപ്പറേഷൻ ആയിരിക്കാമോ, അല്ലെങ്കിൽ വാജയുടെ ഒരു നീക്കമാണോ ഈ പ്രസിഡന്റിനെ കൊല്ലാനുള്ള പദ്ധതി, അമേരിക്കൻ പൗരനെ ഉപയോഗിച്ച് തന്നെ കൊല്ലാനുള്ള പദ്ധതി എന്നാണ് ഇപ്പോൾ FBI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇത് ഇറാൻ നേരിട്ട് ചെയ്തില്ലെങ്കിലും, ഇറാൻ ഇപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധത്തിൽ വലിയ തകർച്ച നേരിട്ട് നിൽക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്തില്ല എങ്കിൽ കൂടി ഇറാന് പ്രോക്സി സംഘടനകൾ ഒരുപാടുണ്ട്. ഹൂതികളുണ്ട്, ഇറാനെ സംബന്ധിച്ചിടത്തോളം മറ്റേ ഹിസ്ബുള്ളയുണ്ട്. ഇവർക്കെല്ലാം ട്രംപിനോട് വലിയ വിരോധമാണ്. അപ്പോൾ അവരാരെങ്കിലും ഒരുപക്ഷെ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുമുണ്ട് എന്നാണ് കരുതുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആക്രമണം ഇവരുടെ പലരുടെയും ഭാഗത്ത് നിന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ അന്വേഷണം ആദ്യം പോവുക ഇറാൻ്റെ ഈ ഒരു ചാരസംഘടനയിലേക്കായിരിക്കും. ഇല്ല എങ്കിൽ ഈ വാജ എന്ന ഒരു അന്വേഷണ ഏജൻസിക്ക് പുറമേ ഇസ്രായേലിന് മറ്റൊരു ചാരസംഘടന കൂടിയുണ്ട്. അത് ഇറാന് മറ്റൊരു ചാരസംഘടന കൂടിയുണ്ട്. അത് ഇറാൻ്റെ IRGCയുടെ മിലിറ്ററി ഇൻ്റലിജൻസ് ആണ്.
അപ്പോൾ അവരെയും സംശയിക്കാവുന്നതാണ്. പിന്നെ റഷ്യയുടെ കൂടെ ഇന്റലിജൻസ് സഹായം ലഭിക്കുന്നുണ്ട്. അതവർക്ക് ലഭിച്ചേക്കാം, പക്ഷെ നേരിട്ട് റഷ്യ ട്രംപിനെ ആക്രമിക്കുന്നു തോന്നുന്നില്ല. കാരണം ട്രംപും റഷ്യയും ഈ പുടിനുമായിട്ടൊരു യുദ്ധത്തിന്റെ കാര്യങ്ങളൊക്കെ റഷ്യയുടെ സഹായം ലഭിക്കുന്നുണ്ടാവായിരിക്കും. അത് ഒരുപക്ഷെ ഇറാന് ലഭിക്കുന്നുണ്ടാവും. റഷ്യയുടെയും അതുപോലെ തന്നെ ചൈനയുടെയും ഒക്കെ സഹായം ലഭിക്കുന്നുണ്ടാവും. കാരണം റഷ്യ യുദ്ധം ചെയ്യുന്ന യുക്രൈന് ഇവരുടെയൊക്കെ സഹായം ലഭിക്കുന്നുണ്ടല്ലോ. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ സഹായം അവർ പ്രത്യക്ഷമായി തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതീവ രഹസ്യമായിട്ടാണ് ആയിരിക്കാം ഈ ചൈനയും അതുപോലെ തന്നെ റഷ്യയും ഒക്കെ ഇറാനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം അമേരിക്ക പിടിച്ചെടുത്ത കപ്പലിൽ മിസൈൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് എന്ന് അമേരിക്ക വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെയുള്ള സഹായമൊക്കെ ഇറാന് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ആ സഹായം തടയാനാണ് അമേരിക്ക ഇപ്പോൾ ഹോർമൂസിൽ ഉപരോധം തീർക്കുന്നത് കൂടി. ഇതിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായത് എന്തായാലും അമേരിക്കയെ സംബന്ധിച്ച് ഒരു നാണക്കേട് തന്നെയാണ്. അവിടുത്തെ സുരക്ഷാ ഏജൻസികളുടെ സുരക്ഷ അല്ലെങ്കിൽ പ്രവർത്തനം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിലയിരുത്തൽ നടത്തും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ അതുകൊണ്ടൊന്നും തന്നെ യുദ്ധത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. കാരണം കഴിഞ്ഞ ദിവസമൊക്കെ അമേരിക്കയുടെ ഏറ്റവും വലിയ പടക്കപ്പലായിട്ടുള്ള ജോർജ് W.H. ബുഷ് അവിടെ നങ്കൂരമിട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഇന്ന് വന്നത് അവിടെ മൈനുകൾ കടലിനടിയിൽ ഇറാൻ വിതറിയിട്ടുള്ള ഈ മൈനുകൾ മാറ്റുന്ന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായിട്ട് അവിടെ നിന്ന് നീക്കാൻ ഏകദേശം 6 മാസത്തോളം സമയം വേണ്ടി വരും എന്നാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് കരുതിയിട്ട് അവിടെ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെ ഈ ഉപരോധം അമേരിക്ക ഹോർമസിൽ ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന് പറയുന്നു. ഇറാൻ പറയുന്നുണ്ട് ഇറാനാണ് ഉപരോധം ഏർപ്പെടുത്തുന്നു എന്ന്. അതുവഴി പോകുന്ന കപ്പലുകളുടെ കാര്യമാണ് കഷ്ടം. കാരണം ഏത് നിമിഷം വേണമെങ്കിലും അമേരിക്കയുടെ സേനയുടെ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഒരു പിടിച്ചെടുക്കലും ഉണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പിടിച്ചെടുക്കലും ഉണ്ടാകാൻ. അതുകൊണ്ട് അവിടെ ഇപ്പോഴും സ്തംഭിച്ച് തന്നെയാണ് കിടക്കുന്നത്. അതായത് അമേരിക്ക ഇറാനിൽ തകർക്കാനുള്ള തന്ത്രപ്രധാനമായ മേഖലയൊക്കെ തകർത്തു കഴിഞ്ഞു. ഇനി അമേരിക്കയ്ക്ക് തകർക്കാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഇറാനിൽ ഉണ്ടാകുമായിരിക്കാം. അവിടെയാണ് ഇറാൻ്റെ മിസൈൽ ശേഖരമൊക്കെ ഉള്ളത്. പക്ഷേ ഇനിയും യുദ്ധം ചെയ്യുന്നതിൽ അർത്ഥമില്ല, കാശ് കളയണ്ട എന്നായിരിക്കാം അമേരിക്ക ഇപ്പോൾ ചിന്തിക്കുന്നത്. ഏതാണ്ട് 3.5 ലക്ഷം കോടി ചിലവാക്കി കഴിഞ്ഞു. അപ്പോൾ ഇനി വേണ്ട എന്നായിരിക്കാം അമേരിക്ക ചിന്തിക്കുന്നത്. പക്ഷേ യുദ്ധം നിർത്തി ഇറാനെ അങ്ങനെ വെറുതെ വിടാനും പറ്റില്ല. അതുകൊണ്ട് അമേരിക്ക നാവിക സേനയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഹോർമൂസിൽ വലിയ രീതിയിലുള്ള സേനാവിന്യാസം നടത്തിയിരിക്കുന്നു. അതിനുശേഷം അമേരിക്ക ചെയ്യുന്നത് ആക്രമണമല്ല. അമേരിക്ക അവിടെ ഇറാനിലേക്ക് പോകുന്ന കപ്പലുകളെ തടയുന്നു. ഇറാനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കപ്പലുകളെയും തടയുന്നു. ഇത് കാരണം ഇറാൻ്റെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് എണ്ണ വിറ്റ് കിട്ടുന്ന വരുമാന മാർഗ്ഗമാണ്. ഇറാൻ്റെ 90% എണ്ണയും വാങ്ങുന്നത് ചൈനയാണ്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള കപ്പൽ പോകാതിരുന്നാൽ ഇറാൻ്റെ വരുമാനം നിലയ്ക്കും. ഇറാന് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടാകും. ഇറാൻ്റെ സാമ്പത്തിക ഭദ്രത ഇല്ലാതാകും. ഇറാൻ്റെ ഒരു മണി ഇൻഫ്ലോ നിലച്ചു പോകും. അപ്പോൾ അതാണ് അമേരിക്കയുടെ ഉദ്ദേശം. അത് യുദ്ധത്തിനേക്കാൾ ഫലപ്രദമാണ് എന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വരില്ല എന്ന് പറഞ്ഞ് ഇറാൻ പാകിസ്ഥാനിൽ ചർച്ചയ്ക്കെത്തി. അപ്പോൾ ഇതൊരു നല്ല സൂചനയായിട്ടാണ് അമേരിക്ക കാണുന്നത്. കാശും ചിലവാവില്ല, പക്ഷേ അമേരിക്കയുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും. മാത്രമല്ല, പക്ഷേ ഇത് സംഘർഷം നടക്കുന്നില്ലെങ്കിലും മറ്റ് രാജ്യങ്ങൾക്ക് വലിയൊരു ദോഷകരമായി തീരും. കാരണം അമേരിക്ക എന്ന് വരെ ഈ ഉപരോധം നടത്തുന്നുവോ അന്ന് വരെ ഞങ്ങൾ ഹോർമൂസ് തുറക്കില്ല എന്ന് ഇറാൻ പറയുന്നു. മുമ്പൊക്കെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ കപ്പലുകൾ വിട്ടിരുന്നു, ഇപ്പോൾ അതും വിടുന്നില്ല. അപ്പോൾ അതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് തോന്നുന്നത്. അപ്പം ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. സമ്മർദ്ദ തന്ത്രങ്ങൾ ഇരു രാജ്യങ്ങളും പ്രയോഗിക്കുന്നു. ആ സമയത്താണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അമേരിക്ക ഇത് മറച്ചു വയ്ക്കുകയാണ്. അമേരിക്ക ഇപ്പം നമ്മൾ ഈ പല മലയാള സിനിമകളിലും കണ്ടിട്ടുണ്ട്. ഒരു നമ്മുടെ നായക കഥാപാത്രത്തിന് സംഘട്ടനത്തിൽ പരിക്കേൽക്കുന്നു, അല്ലെങ്കിൽ നായകനെ ഒളിയിരുന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു എന്ന് വിചാരിക്കുക. നായകൻ ആശുപത്രിയിൽ കിടക്കുകയാണ്, പോലീസ് മൊഴിയെടുക്കാൻ വരുന്നു. അപ്പോൾ നായകൻ പറയുന്നത് എന്താണ്? എന്നെ ആരും ആക്രമിച്ചിട്ടില്ല, ഞാൻ വീണപ്പോൾ കൈയൊടിഞ്ഞതാണെന്നാണ് പറയുന്നത്. അങ്ങനെ പല സിനിമകളിലും നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പ്രതികാരം തീർക്കാനായി നായകൻ കാത്തിരിക്കുകയാണെന്നാണ്. അപ്പോൾ അതുപോലെയാണോ അമേരിക്ക പറയുന്നതെന്നറിയില്ല. ഇത് ചെറിയൊരു ആക്രമണമാണ്, ഇറാനുമായി ബന്ധമൊന്നുമില്ല, ഈ പറഞ്ഞ വ്യക്തിക്ക് സുഖമില്ലാത്തത് കൊണ്ട് വന്നതാണ് എന്നതാണ് ഇപ്പോൾ അമേരിക്ക പറഞ്ഞു വയ്ക്കുന്നത്. ട്രംപ് പറയുന്നത് അതാണ്. അങ്ങനെ അമേരിക്ക ബോധപൂർവം അതിനെ ലളിതവൽക്കരിക്കുകയാണോ എന്നും സംശയമുണ്ട്. കാരണം ഈ പറയുന്ന നാണക്കേട് ഒരു ഭാഗത്ത്, ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കുക എന്നുള്ളത് മറുഭാഗത്ത്. ഇതായിരിക്കാം അമേരിക്ക ചിന്തിക്കുന്നത്. ഏതായാലും മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ആ മേഖലയിൽ ഇറാൻ ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്നത് കൂടി നമുക്ക് കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ കൂടി വിലയിരുത്തണ്ടേ. കാരണം അമേരിക്കയോടല്ലേ ഏറ്റുമുട്ടുന്നത്. അമേരിക്കയുടെ ശക്തി നമുക്കറിയാലോ, ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്നുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഇവിടെ തകിടം പറഞ്ഞിട്ട് ഇറാൻ ആ മേഖലയിൽ ഒരു ശക്തിയായിട്ട് വളരാൻ സമ്മതിക്കില്ല, ഈ പറഞ്ഞ പോലെ അമേരിക്കയും ഇസ്രായേലും. പക്ഷേ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പിന്നീടൊക്കെ വന്നപ്പോൾ പലപ്പോഴും പല മാധ്യമങ്ങളും ഇറാന്റെ സൈനിക കരുത്തിനടക്കം
അടക്കം പുകഴ്ത്തുന്ന രീതിയിൽ, കാരണം അതുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമുക്കിടക്ക് അത് പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഇറാന്റെ ഒരു സൈനിക കരുത്ത്, അല്ലെങ്കിൽ അവരുടെ ഒരു ഐക്യം, അവരുടെ ഒരു പരമോന്നത നേതാവിനെ നഷ്ടപ്പെട്ടപ്പോൾ അവരുടെ ഒരു ഐക്യം അത് കാണാൻ തന്നെ സാധിച്ചു. ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഇറാൻ ഒരു വലിയ ശക്തിയായിട്ട്, ആ മേഖലയിൽ ഒരു ശക്തിയായിട്ട് വളർന്നു വരുന്നത് കൂടി നമുക്ക് കാണാൻ സാധിക്കും. ഇല്ല, അത് ഇറാന്റെ ഒരു ബെഡായി പറച്ചിലാണ്. ഇറാന് പറഞ്ഞ് സമർത്ഥിക്കാം. കാരണം നോക്കൂ, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയാണ്. അവർ വന്നത് ഞങ്ങളുടെ ഭരണം മാറ്റാനാണ്, നടന്നില്ല, ഞങ്ങൾ അതിനെ അനുവദിച്ചില്ല എന്ന് ഇറാന് പറയാം. പക്ഷേ ഇറാന് ഭാഗത്തുണ്ടായ നഷ്ടം അത് അതിഭീമമാണ്. അപ്പോൾ ഈ ഒരു പറച്ചിലാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഇപ്പോൾ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ 13 വ്യോമത്താവളങ്ങൾ, പാകിസ്ഥാൻ്റെ 13 വ്യോമത്താവളങ്ങളിൽ 11 തകർത്തു, അവിടെ ആക്രമണം നടത്തി. അപ്പോഴും പാകിസ്ഥാൻകാർ വിജയം ആഘോഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യത്തോടെ ഞങ്ങൾ പ്രതിരോധിച്ചു നിന്നു എന്നൊരു ഹീറോയിസം ഇറാനെ കാണിക്കാൻ കഴിയും. കാരണം അമേരിക്കയ്ക്ക് പരിമിതികളുണ്ട്. കാരണം അമേരിക്ക ആദ്യം ഇറാനിലെ ജനവിഭാഗത്തെ രണ്ടായി വിഭജിച്ചു. വിഭജിച്ചതല്ല, അങ്ങനെ തന്നെയാണ്. കാരണം ഇസ്ലാമിക ഭരണകൂടത്തെ അനുകൂലിക്കാത്ത വലിയൊരു വിഭാഗം ജനങ്ങൾ ഇറാനിലുണ്ട്. അവരാണ് ഈ പ്രക്ഷോഭം നടത്തുന്നത് മറ്റും. അപ്പോൾ അവർക്ക് അവരുടെ കൂടി നാശം വരുത്തുന്ന രീതിയിൽ ഗാസയിലൊക്കെ നടത്തിയതുപോലെയുള്ള ഒരു വലിയ നരനായാട്ട് അവിടെ നടത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ചില കൺട്രോൾഡ് സ്ട്രൈക്കാണ് നടത്തിയത്. ഇസ്രായേലും അങ്ങനെയല്ല, പലസ്തീനിൽ നടത്തിയതുപോലെയുള്ള ഒരു ആക്രമണമല്ല നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ ആദ്യം ഖമേനിയെ ആക്രമിക്കുന്നത്, ഈ ആൾനാശം കുറയ്ക്കാൻ വേണ്ടി. പക്ഷേ ഇറാൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തകർത്തു കഴിഞ്ഞു. ഇറാൻ ഇനി തലവെക്കാൻ കഴിയാത്ത രീതിയിലുള്ള ആക്രമണം നടന്നു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും അമേരിക്കയുടെ ആത്യന്തികമായ യുദ്ധലക്ഷ്യം അവിടുത്തെ സെൻട്രിഫ്യൂഗുകളിൽ നിന്നും ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം പിടിച്ചെടുക്കുക എന്നുള്ളതാണ്. അത് സാധിച്ചില്ല. ഈ ഇസ്ലാമിക ഭരണകൂടത്തെ മാറ്റുക എന്നുള്ളതാണ്, അതും സാധിച്ചില്ല. അപ്പോൾ അക്കാര്യത്തിൽ ഭരണകൂടത്തിന്, ഇറാൻ ഭരണകൂടത്തിന് അഭിമാനിക്കാൻ വകയുണ്ട്. അതവർ പറഞ്ഞു നടന്നേക്കാം, അത്രമാത്രം. ഏതായാലും ഇനിയിപ്പോൾ ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചയ്ക്ക് എന്തായാലും വെറും പ്രഹസനായി. പാകിസ്ഥാൻ അക്ഷരാർത്ഥത്തിൽ നാണം കെട്ടു എന്ന് തന്നെ വേണം പറയാം. ഇനി ഇസ്ലാമാബാദിൽ ഒരു ചർച്ച ഉണ്ടാകുമോ എന്നുള്ള കാര്യം അറിയില്ല. ഏതായാലും 3ാം പടക്കപ്പലടക്കം ഇപ്പോൾ അമേരിക്ക വിന്യസിച്ചിട്ടുണ്ട്. നാവികശക്തി അത് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇത്തരത്തിലൊരു വധശ്രമം കൂടി അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി പറയേണ്ടതായിട്ടൊന്നുമില്ല. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അത് ഒരു ചർച്ചയാകേണ്ട ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി എന്താണ് അമേരിക്ക അടുത്തതായിട്ട് എടുക്കാൻ പോകുന്ന നിലപാട്? കാരണം വെടിനിർത്തലും സമാധാന ചർച്ചകളൊക്കെ തന്നെ അമ്പേ പാളിയിരിക്കുകയാണ്. ഇനിയൊരു ചർച്ച ഉണ്ടാകില്ല എന്ന് തന്നെ വേണം പറയാം. അടുത്തത് ഇനി അമേരിക്ക എന്ത് നിലപാട് എടുക്കും എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. വീണ്ടും കാണുന്നവരേക്കും.